കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചത് നല്ലവണ്ണം പഠിച്ചു എങ്കിൽ അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. പാരവും പരിചയം കലർന്നെഴും പേരുമീ മധുരമായ കണ്ഠവും സാരമായി സ്മൃതിയിൽ നീയും ഇപ്പോൾ നിൻ ദൂരമാം ഭവനവും വരുന്നയേ. പാരവും പരിചയം കലർന്നെഴും പേരുമീ മധുരമായ കണ്ഠവും സാരമായി സ്മൃതിയിൽ നീയും ഇപ്പോൾ നിൻ ദൂരമാം ഭവനവും വരുന്നയേ. ഇതാരാ പറഞ്ഞേ? പാരവും പരിചയം കലർന്നെഴും പേരും ഈ മധുരമായ കണ്ഠവും സാരമായി സ്മൃതിയിൽ നീയും ഇപ്പോൾ നിൻ ദൂരമാം ഭവനവും വരുന്നയേ. ബാക്കി അടുത്തും കൂടെ നോക്കിക്കോ, അപ്പോൾ അത് മനസ്സിലാകും. കണ്ടുടൻ സ്വയം അറിഞ്ഞിടാത്തതോർ തിണ്ടൽ വേണ്ട സഖി കേണിടേണ്ട കേൾ പണ്ടു നിന്നെയൊരിളം കുരുന്നതായി കണ്ടു ഞാൻ സപതി വല്ലിയായി നീ. ഇതിപ്പോൾ ആരോടാ പറയുന്നേ? ദിവാകരൻ നളിനിയോട് പറയുന്നതാണ് കേട്ടോ. പാരവും പരിചയം കലർന്നെഴും പേരും. അയ്യോ എന്ന് പറഞ്ഞാൽ അയ്യോ ഇത്രയും എന്താണ് അദ്ദേഹത്തിന് പരിചയമുള്ള, വളരെയധികം പരിചയമുള്ള ഈ പേര്. ഏത് പേര്? നളിനി. പണ്ടിഷ്ടയാം നളിനി എന്നല്ലേ പറഞ്ഞത് നളിനി? അത് പാരവും പരിചയം കലർന്നെഴും പേരും ഈ മധുരമായ കണ്ഠവും. മധുരമായ കണ്ഠം. കണ്ഠം എന്ന് പറഞ്ഞാൽ എന്താ? കഴുത്ത്, ഗളം എന്നൊക്കെയാണ് പര്യായം. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? മധുരമായ ഈ ഒച്ചയും ശബ്ദവും, നളിനിയുടെ ആ ശബ്ദവും, നളിനിയുടെ ഈ പേരും നളിനിയുടെ ആ ശബ്ദവും സാരമായി സ്മൃതിയിൽ ഓർമ്മയിൽ നീയും ഇപ്പോൾ നിൻ ദൂരമാം ഭവനവും. എൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ നളിനി ഈ പരിചയമുള്ള, വളരെയധികം പരിചയമുള്ള ഈ പേരും ഈ ശബ്ദവും നീയും നിൻ്റെ വീടും എല്ലാം എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ട്. പാരവും പരിചയം കലർന്നെഴും പേരും ഈ മധുരമായ കണ്ഠവും സാരമായി സ്മൃതിയിൽ നീയും ഇപ്പോൾ നിൻ ദൂരമാം ഭവനവും വരുന്നയേ. അയ്യേ, അല്ലയോ, ഹേ എന്നൊക്കെയാണ്. അല്ലയോ ഇവിടെ ആരെയാ? നളിനിയോടാണ്. പാരവും നല്ലതുപോലെ വർദ്ധിച്ച എന്നൊക്കെ അർത്ഥം പറയാം. ഇവിടെ നല്ലതുപോലെ പരിചയം കലർന്നെഴും പേര്. ഏതാണ് പേര്? നളിനി എന്ന പേര്. ഈ മധുരമായ കണ്ഠം എന്ന് പറഞ്ഞാൽ തൻ്റെ ബാല്യകാല സുഹൃത്തിനെ ഇതാ ഞാൻ നല്ലതുപോലെ ഇപ്പോൾ ഓർക്കുന്നു എന്നേ അർത്ഥമുള്ളൂ. ഈ മധുരമായ കണ്ഠവും ഈ മധുരമായ ശബ്ദവും സാരമായി സ്മൃതിയിൽ നീയും നല്ലതുപോലെ ഇപ്പം നല്ല ഗൗരവത്തോടു കൂടി തന്നെ ഞാൻ കാണുന്നു. ഇതൊക്കെ സാരമായിട്ട്, നിസ്സാരമായിട്ടല്ല, കാര്യമായിട്ട് തന്നെ. എന്താ കാണുന്നത്? നിന്റെ ശബ്ദം ഓർക്കുന്നു, നിന്നെ ഓർക്കുന്നു. ഇപ്പോൾ നീയും നിന്നെയും ഓർക്കുന്നു, നിന്റെ പേരോർക്കുന്നു, നിന്റെ ശബ്ദം ഓർക്കുന്നു. നിൻ ദൂരമാം ഭവനവും, ദൂരെയുള്ള നിന്റെ വീടും എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നു. അല്ലയോ നളിനി, വരുന്നയേ. അയ്യേ എന്ന് പറഞ്ഞാൽ അല്ലയോ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നതാണ്, സംബോധന ചെയ്തുകൊണ്ട് പറയുന്നതാണ്. അപ്പോൾ 4 പേര് ഒന്നുകൂടി നോക്കി. പാരവും പരിചയം കലർന്നെഴും പേരും ഈ മധുരമായ കണ്ഠവും സാരമായി സ്മൃതിയിൽ നീയും ഇപ്പോൾ നിൻ ദൂരമാം ഭവനവും വരുന്നയേ. എനിക്ക് നല്ലവണ്ണം ഓർമ്മ വരുന്നു അല്ലേ? എന്താ ഓർമ്മ വരുന്നേ? അയ്യോ ഈ പേര് നളിനി, എൻ്റെ ബാല്യകാല സുഹൃത്ത്
നല്ലപോലെ എനിക്ക് ഓർമ്മ വരുന്നു. മധുരമായ കണ്ഠം, നിന്റെ തൊണ്ട, നിന്റെ ഒച്ച അല്ലെങ്കിൽ നിന്റെ ശബ്ദം എന്ന് അർത്ഥമെടുക്കണം. നിന്റെ ഈ മനോഹരമായ ശബ്ദവും സാരമായി സ്മൃതിയിൽ, സാരമായി ഇതെല്ലാം വളരെ ഗൗരവത്തോടു കൂടി തന്നെ, എനിക്ക് നല്ല ഗൗരവത്തിൽ തന്നെയാണ് ഞാൻ പറയുന്നത്. എനിക്ക് നല്ലവണ്ണം ഓർമ്മ വരുന്നുണ്ട്. സ്മൃതിയിൽ, എൻ്റെ ഓർമ്മയിൽ, സ്മൃതി ഓർമ്മ, സ്മൃതിയിൽ പിന്നെ നിന്നെയും ഓർമ്മ വരുന്നു. പഴയ നളിനിയെ ഞാൻ നല്ലതുപോലെ ഓർക്കുന്നു എന്ന്. ഇപ്പോൾ നിൻ ദൂരമാം ഭവനവും, അങ്ങ് ദൂരെയുള്ള നിന്റെ വീടും ഒക്കെ എനിക്ക് അല്ലയോ നളിനി ഓർമ്മ വരുന്നുണ്ട്. മനസ്സിലായോ? ഈ ശ്ലോകം അർത്ഥം പറഞ്ഞതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായല്ലോ നളിനിയും ദിവാകരനും ബാല്യകാലത്തിൽ എത്ര നല്ല സുഹൃത്തുക്കളായിരുന്നു എന്നുള്ള കാര്യം. അത് മനസ്സിലാക്കി കഴിയുമ്പോൾ ഈ അടുത്ത ശ്ലോകത്തിൻ്റെ ആശയവും മനസ്സിലായിക്കൊള്ളും. കണ്ടുടൻ സ്വയം അറിഞ്ഞിടാത്തതോർ തിണ്ടൽ വേണ്ട സഖി, കേണിടേണ്ട കേൾ, പണ്ടു നിന്നെയൊരിളം കുരുന്നതായി കണ്ടു ഞാൻ സപതി വല്ലിയായി നീ. അതായത് കണ്ടുടൻ സ്വയം അറിഞ്ഞിടാത്തതോർത്ത്, അധികം ഇണ്ടലാണ് കേട്ടോ. കണ്ടുടൻ സ്വയം അറിഞ്ഞിടാത്തതോർത്ത് ഇണ്ടൽ വേണ്ട സഖി, അല്ലയോ സഖി, അല്ലയോ കൂട്ടുകാരി. ഇപ്രകാരം നീയും നിൻ്റെ വീടും നിൻ്റെ ശബ്ദവും നിന്നെയും എല്ലാം എനിക്ക് നന്നായിട്ടറിയാം. അങ്ങനെയുള്ള നിന്നെ കണ്ട ഉടൻ തന്നെ ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നോർത്ത് നീ ദുഃഖിക്കരുത്. ദുഃഖം എന്നുള്ളതിനുള്ള പദം ഏതാണ്? ഇണ്ടൽ. ഇടർ ഒക്കെ ദുഃഖമാണ് കേട്ടോ. ഇണ്ടൽ, ഇടർ ഒക്കെ ദുഃഖമാണ്. അപ്പോൾ ഇത്രയും പരിചയമുണ്ടായിരുന്ന, ഇത്രയും സൗഹൃദം ഉണ്ടായിരുന്ന എനിക്ക് നിന്നെ കണ്ട ഉടൻ തന്നെ മനസ്സിലാവാത്തതോർത്ത് അല്ലയോ കൂട്ടുകാരി, അല്ലയോ സഖി, നീ വിഷമിക്കരുത്. കേണിടേണ്ട കേൾക്കുക. എന്താ കേൾന്ന് പറഞ്ഞാൽ കേൾക്കുക. കേണിടേണ്ട നീ കരയേണ്ട. ദിവാകരൻ നളിനിയെ തിരിച്ചറിയാത്തതോർത്തിട്ടാണ് ഈ വിഷമമെങ്കിൽ അല്ലയോ നളിനി നീ കരയേണ്ട. കാരണം പണ്ടു നിന്നെയൊരിളം കുരുന്നതായി കണ്ടു ഞാൻ. നിന്നെ ഞാൻ കണ്ടിട്ട് എത്രയോ വർഷങ്ങളായി. അന്ന് നീ ഒരു ഇളം കുരുന്നായിരുന്നു, കൊച്ചു കുഞ്ഞിനെ പോലെ അല്ലായിരുന്നോ, അല്ലെങ്കിൽ ഒരു കൊച്ചു കുട്ടിയല്ലായിരുന്നോ? അത് ഇളം കുരുന്ന്, കൊച്ചു കുട്ടിയായിട്ടല്ലേ നിന്നെ ഞാൻ കണ്ടത്. ഇന്നിപ്പോൾ വർഷങ്ങൾ കടന്നുപോയി. എന്നാൽ ഇപ്പോഴോ സപതി പഠിച്ചതാണല്ലോ. സപതിയുടെ അർത്ഥം സപതി പെട്ടെന്ന്. ഇപ്പോൾ നീ വല്ലിയായി നീ. ഞാനൊരു ഇളം കുരുന്നായി കണ്ട ആള് ഇന്നിപ്പോൾ ഒരു വല്ലിയായി നിൽക്കുന്നു. വല്ലി എന്ന് പറഞ്ഞാൽ വള്ളി എന്നാണ് അർത്ഥം. എന്നിപ്പോൾ നളിനിയുടെ കാര്യത്തിൽ നളിനി അന്നൊരു ചെറിയ കുരുന്ന് ചെടിയുടെ കണക്കായിരുന്നെങ്കിൽ ഇന്ന് വലിയൊരു വള്ളി പോലെയായി. വള്ളി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൃശഗാത്രി. കൃശഗാത്രി എന്ന് പറഞ്ഞാൽ മെലിഞ്ഞ ശരീരമുള്ളവൾ, സുന്ദരി എന്ന അർത്ഥമാണ്. ഇവിടെ നീ ഇന്നിപ്പോൾ വളർന്ന് നല്ല സൗന്ദര്യം തികഞ്ഞ ഒരു പെണ്ണായി മാറിയിരിക്കുന്നു, വലിയൊരു പെൺകുട്ടിയായി മാറിയിരിക്കുന്നു. അന്നൊരു കൊച്ചുകുട്ടിയല്ലേ ഞാൻ കാണുമ്പോൾ, ഇന്നിപ്പോൾ നീ വളർന്നൊരു വല്ലിയായി മാറി, വള്ളിയായി മാറി എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. വെറും വള്ളിയായി നീ തീർന്നു എന്നൊന്നും അല്ല അർത്ഥം. പിന്നെ എന്താണ്? ഇന്ന് വളർന്ന് നല്ല സൗന്ദര്യമൊക്കെയുള്ള ഒരു കൃശഗാത്രിയായി, മെലിഞ്ഞ ഒരു സുന്ദരിയായി നീ മാറിയിരിക്കുന്നു. നീ ഇന്നൊരു വലിയ പെൺകുട്ടിയായി എന്നേ അർത്ഥമുള്ളൂ. അല്ലാതെ ദിവാകരൻ നളിനിയുടെ ബാഹ്യ സൗന്ദര്യത്തെ ആസ്വദിച്ചു എന്നല്ല അർത്ഥം. പണ്ട് കുഞ്ഞായിരുന്നു, ഇപ്പോൾ വലിയ കുട്ടിയായി, അത്രേ ഉള്ളൂ. ഒന്നുകൂടെ നോക്കി നമുക്ക് അടുത്തതിലേക്ക് പോകാം. കണ്ടുടൻ, കണ്ട് അധികം ഉടൻ. എങ്ങനെയാണ് പിരിച്ചെഴുതുക? കണ്ട് അധികം ഉടൻ. എന്താണ് അവിടുത്തെ സന്ധി? കണ്ട് എന്ന് പറയുമ്പോൾ ഒരു ചന്ദ്രക്കലയുണ്ടല്ലേ, സമൃദ്ധോകാരം. കണ്ടുടൻ എന്നാകുമ്പോൾ അതില്ലാണ്ടാവും. അപ്പോഴവിടെ സന്ധി എന്താണെന്ന് എഴുതിക്കോ, തന്നെത്താൻ എഴുതിയിട്ടൊന്ന് പറഞ്ഞു നോക്കിക്കേ.
ലോപസന്ധിയാണോ? ആണെങ്കിൽ ശരിയാ. കണ്ടുടൻ സ്വയം അറിഞ്ഞിടാത്തതോർത്ത്. സ്വയം അധികം അറിഞ്ഞിടാത്തത്. സ്വയം അറിഞ്ഞിടാത്തത്. സ്വയം അധികം അറിഞ്ഞിടാത്തത്. അപ്പോഴെന്താ അവിടെ സന്ധി? സ്വയം എന്നുള്ളിടത്തെ അനുസ്വാരം പോയി മകാരം വന്നു. രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ സന്ധിക്കുമ്പോൾ ഒരു വർണ്ണം പോയി ആ സ്ഥാനത്ത് മറ്റൊരു വർണ്ണം വന്നാൽ ഇവിടെ അനുസ്വാരമായിരുന്നിടത്ത് മകാരം ആയി മാറി. അവിടെ സന്ധി ഏതാണ്? ആദേശ സന്ധി. കണ്ടുടൻ സ്വയം അറിഞ്ഞിടാത്തതോർത്ത് ഇണ്ടൽ വേണ്ട. ഓർത്ത് അധികം ഇണ്ടൽ. ഓർത്തിണ്ടൽ. ഓർത്ത് അധികം ഇണ്ടൽ. അവിടെയും സന്ധി എന്ത് തന്നെയാണ്? ഓർത്ത് എന്നതിലെ ചന്ദ്രകല സമൃദ്ധോകാരം പോയി. അപ്പോഴവിടെയും സന്ധി ലോപസന്ധി. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞേക്കാമേ. പരീക്ഷയ്ക്ക് പിരിച്ചെഴുതി സന്ധി നിർണയിക്കുക എന്നെഴുതുമ്പോൾ ദ്വിത്വം, ലോപം, ആഗമം അങ്ങനെ മാത്രം എഴുതിയാൽ വെട്ടിക്കളയും കേട്ടോ. ബോർഡ് എക്സാമിന് സന്ധിയായാലും സമാസമായാലും മുഴുവനും ദ്വിത്വസന്ധി, ആഗമസന്ധി, ലോപസന്ധി അങ്ങനെ തന്നെ എഴുതണം. സമാസമാണെങ്കിലും സംബന്ധിക, തൽപുരുഷൻ അതുപോലെ മുഴുവനായിട്ട് വേണം എഴുതാൻ. പ്രയോജിക, തൽപുരുഷൻ അതേതാണെന്ന് വെച്ചാൽ അത് ആ സമാസം മുഴുവനും എഴുതണം. അല്ലാതെ പകുതി ഇട്ടിട്ട് സംബന്ധിക, പ്രയോജിക അങ്ങനെയൊന്നും എഴുതിയാൽ ഒരു അര മാർക്ക് പോലും തരില്ല. അത് ഓർത്തോണം കേട്ടോ. പിന്നെ കേണിടേണ്ട. ഓർത്ത് അധികം ഇണ്ടൽ, ഓർത്തിണ്ടൽ ലോപസന്ധിയാണേ. വേണ്ട സഖി. സഖി അല്ലയോ സഖി, കൂട്ടുകാരി. കേണിടേണ്ട, നീ കരയേണ്ട. കേൾ, അതായത് ദിവാകരൻ തന്നെ പരിചയപ്പെട്ടിട്ടില്ല, കണ്ടിട്ട് ഓർത്തില്ലല്ലോ എന്നോർത്തിട്ടാണ് നീ സങ്കടപ്പെടുന്നതെങ്കിൽ അതോർത്ത് നീ കരയേണ്ട. കേൾ, നീ കേൾക്കുക. അതിന് കാരണം എന്താ? ദിവാകരൻ എന്തുകൊണ്ടാണ് നളിനിയെ മനസ്സിലാക്കാതെ പോയത്? പണ്ട് ഞാൻ നാട്ടിൽ നിന്ന് പോകുമ്പോഴേ നീ ഒരു ഇളം കുരുന്നായിരുന്നു, കൊച്ചു കുട്ടിയായിരുന്നു. ഇന്നിപ്പോഴതൊക്കെ പോയല്ലോ. നീ ഇന്നിപ്പോൾ ആരായി? സപതി. സപതി പെട്ടെന്ന്. സപതി വല്ലിയായി നീ. വല്ലി. വല്ലി എന്ന് പറഞ്ഞാൽ വള്ളി എന്നാണ് അർത്ഥം. വള്ളിയുടെ പര്യായങ്ങളോ വല്ലിയും ലതയും. വല്ലി, ലത, വള്ളി ഒരേ അർത്ഥമുള്ള പദങ്ങളാണ് കേട്ടോ. അതാണല്ലോ പര്യായ പദങ്ങളെന്ന് പറയുന്നത്. ഇന്നിപ്പോൾ നീ വളർന്ന് വല്ലിയായി എന്ന് പറഞ്ഞാൽ നീ വളർന്ന് ഒരു മെലിഞ്ഞ സുന്ദരി പെണ്ണായി മാറി, വലിയ കുട്ടിയായി മാറിയല്ലോ. അതുകൊണ്ടാണ് ഞാൻ നിന്നെ കണ്ടിട്ട് അറിയാതിരുന്നത്. ദിവാകരൻ സ്വന്തം പക്ഷം തനിക്ക് എന്തുകൊണ്ടാണ് നളിനിയെ തിരിച്ചറിയാഞ്ഞത് എന്ന് വളരെ വ്യക്തമായി പറയുകയാണ്. നളിനിക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കണം എന്നാണ് ദിവാകരൻ്റെ ഉദ്ദേശ്യം. അടുത്തതിലേക്ക് പോവാം കേട്ടോ. എന്നിൽ നിന്നണുവുമേൽക്കിൽ അപ്രിയം നിന്നു കേഴുമായി കണ്ടിടുന്നതേ. നിന്നിലി പ്രണയ ചാപലത്തെ ഞാൻ അന്നും ഇന്നും ഒരുപോലെ വത്സലേ. എന്നിൽ നിന്ന് അണുവും ഏൽക്കിൽ അപ്രിയം. അപ്രിയം എന്ന് പറഞ്ഞാൽ ഇഷ്ടക്കേട്. പ്രിയത്തിൻ്റെ ഓപ്പോസിറ്റാണ് അപ്രിയം കേട്ടോ. ഇഷ്ടക്കേട്. പ്രിയം എന്ന് പറഞ്ഞാൽ ഇഷ്ടം, അപ്രിയം എന്ന് പറഞ്ഞാൽ ഇഷ്ടക്കേട്. എന്നിൽ നിന്നണുവുമേൽക്കിൽ അപ്രിയം നിന്നു കേഴുമായി കണ്ടിടുന്നതേ. നിന്നിലി പ്രണയ ചാപലത്തെ ഞാൻ അന്നുമിന്നും ഒരുപോലെ വത്സലേ. എന്നിൽ നിന്നണുവും ഏൽക്കിൽ അപ്രിയം. മനസ്സിലായോ? എന്നിൽ നിന്ന് അല്പമെങ്കിലും, അണുവും, അണുവും എന്ന് പറഞ്ഞാൽ അല്പമെങ്കിലും, അപ്രിയം നിനക്ക് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, അതുകൊണ്ടാണ് നീ നിന്ന് കരയുന്നത് എങ്കിൽ, കേഴുമായി അല്ലയോ, അയ്യേ എന്നൊക്കെ പറഞ്ഞാൽ അല്ലയോ. അല്ലയോ ഇവിടെ ആരെ സംബോധന ചെയ്യുന്നതാണ്? നളിനിയെ. അല്ലയോ നളിനി, എന്നിൽ നിന്ന് അല്പമെങ്കിലും ഇഷ്ടക്കേട് സംഭവിച്ചിട്ടാണ് നീ ഇങ്ങനെ കരയുന്നതെങ്കിൽ കണ്ടിടുന്നതേ. നിന്നിലി പ്രണയചാപലത്തെ. നിന്നിലി പ്രണയചാപലത്തെ അതായത് കണ്ട ഉടനെ
ദിവാകരൻ മനസ്സിലാക്കിയില്ലല്ലോ എന്നോർത്തിട്ടാണ് നളിനി കരയുന്നതെങ്കിൽ നിനക്ക് ഈ പ്രണയചാപലം, നിൻ്റെ സ്വഭാവം പണ്ടേ ഇങ്ങനെയാണെന്ന്, പണ്ടത്തെ കൂട്ടുകാരനാണല്ലോ ദിവാകരൻ, അന്നും ഇതുപോലെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യമുണ്ടായാൽ നളിനി ഉടനെ കരയുകയും പിണങ്ങുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ദിവാകരൻ്റെ മനസ്സിലേക്ക് ആ കാലമാണ് ഓടിയെത്തിയത്. ഈ പ്രണയചാപലം പണ്ടും ഇന്നും എനിക്കൊരുപോലെയാണ് അനുഭവപ്പെടുന്നതെന്ന്. നളിനിയോട് ദിവാകരന് പഴയ ആ വാത്സല്യം മാത്രമാണുള്ളത് അല്ലേ? അതുകൊണ്ടാണ് അല്ലയോ വത്സലേ, വത്സലേ, ഇഷ്ടമുള്ളവളെ, സ്നേഹമുള്ളവളെ, പ്രിയപ്പെട്ടവളെ എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ പഴയ ആ കൂട്ടുകാരിയോട് പറയാണ്, നിനക്കൊരു മാറ്റവും ഇല്ലല്ലോ, പണ്ടും നീ എന്തെങ്കിലും ചെറിയ കാരണങ്ങൾക്കും ഇതുപോലെ കരയുകയും പിണങ്ങുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോഴും നിൻ്റെ സ്വഭാവം അതുപോലെ തന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത്. അന്നത്തെ പോലെ തന്നെയാണ്. നിൻ്റെ ഈ കരച്ചിൽ കണ്ടപ്പോഴേ ഞാൻ പഴയ കാലം ഓർത്തുപോയി. ഒരു വ്യത്യാസവുമില്ല. നളിനി കുട്ടിയായിരുന്നപ്പോൾ എങ്ങനെയാണോ അതേ രൂപത്തിൽ അതേ സ്വഭാവമാണ് ഇപ്പോഴും എന്ന് ദിവാകരൻ അവളോട് പറയുകയാണ്. ഒന്നുകൂടെ, എന്നിൽ നിന്ന് അണുവുമേൽക്കിൽ അപ്രിയം. വാക്കുകൾ വിഘടിപ്പിക്കുന്നത് മനസ്സിലാക്കിക്കൊള്ളണേ. എന്നിൽ നിന്ന് അണുവും ഏൽക്കിൽ അപ്രിയം. എന്നിൽ നിന്ന് അപ്രിയം നിനക്ക് അല്പമെങ്കിലും ഏറ്റിട്ടുണ്ട് എങ്കിൽ അതോർത്തിട്ടാണ് നിന്നു കേഴുമായി നീ ഇങ്ങനെ കരയുന്നത് എങ്കിൽ. ദിവാകരനോട് ശരിക്കും ഞാൻ നളിനിയാണെന്നൊക്കെ പറഞ്ഞതല്ലാതെ ഈ നളിനിയുടെ മനസ്സിലെ ആഗ്രഹം മുഴുവനുമൊന്നും ദിവാകരൻ്റെ മുന്നിലേക്ക് അവൾ പറയുന്നില്ല. അപ്പോൾ കരച്ചിലിൻ്റെ കാര്യം നളിനിക്ക് അറിയൂ അല്ലേ? ദിവാകരൻ അത്ര കണ്ട് അറിയില്ലായിരിക്കാം. കണ്ടിടുന്നതേ നിന്നിലി പ്രണയ ചാപലത്തെ ഞാൻ അന്നും ഇന്നും ഒരുപോലെ വത്സല. ആ കുട്ടിക്കാലത്തെ അതേ സ്വഭാവമാണ് ഇപ്പോഴും. നീ ഇന്നും കുട്ടിയാണെന്നാണ് ദിവാകരൻ പറയുന്നത്. ഒരു മാറ്റവുമില്ല. പ്രണയചാപലം എന്താണ്? ചാപല്യം എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുക? അവിവേകം എന്നൊക്കെ പറയാം അല്ലേ? ചപലത. ആ ഒരു ചില കാര്യങ്ങളിൽ ആവശ്യമില്ലാതെയുള്ള പിണക്കവും ഷാഠ്യവും കരച്ചിലും അങ്ങനെയുള്ള ആ സ്വഭാവം അതെല്ലാം ഈ ചാപല്യത്തിൽ പെടും കേട്ടോ. ഈ ചാപല്യം ആ കുട്ടിക്കാലത്തേതുപോലെ തന്നെയാണ്. ദിവാകരൻ്റെ മുന്നിൽ നളിനി പഴയ നളിനി തന്നെയാണ്. ആ പഴയ കുട്ടി തന്നെയാണ് ദിവാകരന് മുന്നിൽ നളിനി ഇന്നും. ബാക്കി പോയതൊക്കെ അഥവാ നമുക്കയേ പ്രായവും സപതി മാറി കാര്യവും ആയ തത്വം അറിവിന്നു മാറുന്നു പോട്ടായതെന്തിവിടെ വാണിടുന്നു നീ. അപ്പോൾ കുറേ പിണക്കങ്ങളുണ്ട്. ദിവാകരൻ തന്നെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞില്ലല്ലോ എന്നൊക്കെ ഓർത്താണ് സങ്കടപ്പെടുന്നതെങ്കിൽ നീ സങ്കടപ്പെടണ്ട. പോയതൊക്കെ അഥവാ നമുക്കയേ, പോയതൊക്കെ പോകട്ടെ. ആ കാര്യമൊക്കെ ആ കാലമൊക്കെ കഴിഞ്ഞില്ലേ. നമ്മളിന്ന് പഴയ കുട്ടികളൊന്നും അല്ലല്ലോ ഇങ്ങനെ പിണക്കവും കരച്ചിലും ഒക്കെ വെച്ചുകൊണ്ടിരിക്കാൻ. പ്രായവും, നമ്മുടെ പ്രായമൊക്കെ മാറിയില്ലേ, നമുക്ക് പ്രായമൊക്കെ ഏറിയില്ലേ. സപതി പലതവണ പറഞ്ഞു കഴിഞ്ഞു. അതായത് ഇപ്പോൾ പെട്ടെന്ന് കാര്യങ്ങളും മാറി വരികയല്ലേ. പ്രായം മാറി പ്രായത്തിനൊത്ത രീതിയിൽ കാര്യങ്ങളും മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഈ പ്രണയചാപലം ഒന്നും പാടില്ല കുട്ടി എന്നാണ് പറയുന്നത്. ആയ തത്വം അറിവിന്നു മാറുന്നു. നമുക്ക് അറിവ് ഇന്ന് കൂടിയിരിക്കുകയാണ്. വർഷങ്ങൾ ഒരുപാടായില്ലേ, നമ്മുടെ അറിവും വളർന്നില്ലേ, നമുക്ക് അറിവ് ഏറിയിട്ടുണ്ടല്ലോ. അതൊരു സത്യമായ കാര്യമല്ലേ. ആ സത്യവും നമ്മളിന്ന് അറിയണം. തത്വം എന്ന് പറഞ്ഞാൽ പരമാർത്ഥം എന്നാണ് അർത്ഥം, സത്യം എന്നൊക്കെ. ആയ തത്വം അറിവിന്നു മാറുന്നു. നമ്മൾ രണ്ടുപേരും ഇന്ന് കൊച്ചു കുട്ടികളല്ല, നമുക്ക് പ്രായം ഏറിയിരിക്കുന്നു. പ്രായമേറുന്നതനുസരിച്ച് എന്തും കൂടണം. പ്രായമേറുന്നതനുസരിച്ച് അറിവും വളർന്നു വരണം. അറിവില്ലാതെ പ്രായം മാത്രമേറിയാൽ എന്താ അവസ്ഥ അല്ലേ? പ്രായമേറിയിട്ട് അറിവില്ലാതെ വന്നാൽ മനുഷ്യൻ ബുദ്ധിശൂന്യനാവുമല്ലേ? അങ്ങനെയല്ലല്ലോ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് രണ്ടു പേർക്കും പ്രായം ഏറി, നമ്മുടെ അറിവും വർദ്ധിച്ചു. അതൊരു സത്യമാണ്. അതിന്ന് നീ അറിയണം.
പിടികിട്ടിയോ ദിവാകരൻ പറയുന്നത്? പോയതൊക്കെ അഥവാ നമ്മൾ പണ്ട് ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു, കൂട്ടുകാരായിരുന്നു. അതൊക്കെ ശരിയാണ്. അത് കഴിഞ്ഞു. ഞാൻ നാട് വിട്ടു വരികയും ചെയ്തു. ഇന്നും നീ എന്നെ അന്വേഷിച്ച് ഇവിടെ എത്തുകയും ചെയ്തു. അതൊക്കെ ശരി തന്നെയാണ്. എന്നാലും കഴിഞ്ഞതൊക്കെ നമുക്ക് വിട്ടുകളയാം. ഇന്നിപ്പോൾ അതൊക്കെ മാറിയില്ലേ? പ്രായം നമുക്ക് ഏറിയില്ലേ? കാര്യങ്ങളും കാര്യഗൗരവവും മാറിയില്ലേ? കാര്യങ്ങളെ വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ട സമയം ആയില്ലേ? ആയ തത്വം അറിവിന്നു മാറുന്നു. നമുക്ക് രണ്ടാൾക്കും പ്രായത്തിനനുസരിച്ച് അറിവും വർദ്ധിച്ചു. നമ്മുടെ ലക്ഷ്യം മാറി. നമ്മുടെ കാര്യങ്ങൾ വളരെ ഗൗരവമായി കാണേണ്ട സമയം എത്തി. ഇതൊക്കെ ഒരു പരമാർത്ഥമാണ്. ആ സത്യം നീ മനസ്സിലാക്കണം. നമ്മളിന്ന് കുട്ടികളല്ല എന്ന പരമാർത്ഥം നീ മനസ്സിലാക്കണം. ശ്രദ്ധിച്ച് കേട്ടാലേ അർത്ഥം മനസ്സിലാവൂ കേട്ടോ. വെറുതെ വീട്ടിൽ പോയി 4 വാക്കെടുത്ത് അതിൻ്റെ അർത്ഥം മാത്രം പഠിക്കാമെന്ന് വെച്ചാൽ അർത്ഥം നമുക്ക് ശരിയായിട്ട് കിട്ടത്തില്ല, ആശയം കിട്ടില്ല. വേർഡ് ബൈ വേർഡിൻ്റെ മീനിങ് മാത്രം പോരല്ലോ നമുക്ക് പഠനത്തിൽ. ഇനിയും പോട്ടെ. ആയതെന്തിവിടെ വാണിടുന്നു നീ? കുറച്ച് ലൗകികതയെ ആത്മീയത വിജയം വരിക്കത്തക്ക രീതിയിൽ കുറച്ച് നല്ല തത്വങ്ങളോ കാര്യങ്ങളൊക്കെ ദിവാകരൻ നളിനിക്ക് ഉപദേശിച്ചു കൊടുത്തു. നളിനി അങ്ങോട്ടൊന്നും പറയേണ്ടി വരില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ദിവാകരൻ ഇങ്ങോട്ട് പറഞ്ഞത്. നമ്മൾ വലിയ സുഹൃത്തുക്കളായിരുന്നു. പണ്ട് നീ എന്ത് പറഞ്ഞാലും പിണങ്ങുകയും കരയൊക്കെ ചെയ്യും. ആ കാലമൊക്കെ പോയില്ലേ? ഇപ്പം വർഷങ്ങൾ ഒത്തിരി ആയില്ലേ? ഇന്നിപ്പം നമ്മുടെ കാര്യവും നമ്മുടെ പിന്നെന്താണ് ലക്ഷ്യവും ഒക്കെ മാറി. ഇന്ന് ദിവാകരൻ ഒരു സന്യാസിയാണ്. ഒരു സന്യാസിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആത്മീയമായ ഉന്നതി തന്നെയായിരിക്കും. അല്ലാതെ ഭൗതികമായ ലൗകികമായ കാര്യങ്ങളിലുള്ള ഒരു ആസക്തിയും ആ ഒരു വ്യക്തിക്ക് ഉണ്ടാവാൻ പാടില്ല. നളിനിയുടെ അവസ്ഥയും നളിനിയുടെ ലക്ഷ്യവും എല്ലാം വ്യത്യാസമുണ്ടാവാം, മാറ്റമുണ്ട്. എന്തായാലും രണ്ടാളുടെയും ലക്ഷ്യങ്ങൾ മാറണം, അല്ലെങ്കിൽ മാറ്റണം. അങ്ങനെ ജീവിതത്തിൽ പ്രായത്തിനനുസരിച്ചുള്ള അറിവ് ആർജിച്ചു കഴിയുമ്പോൾ ആ അറിവിൻ്റെ നിലയിൽ ചിന്തിക്കാൻ നമ്മൾ രണ്ടാളും ശ്രമിക്കണം എന്നാണ് ദിവാകരൻ്റെ ഉപദേശം. ആയ തത്വം അറിവിന്നും ആർന്നു. നമുക്ക് അറിവേറിക്കഴിഞ്ഞിരിക്കുന്നു. ആ സത്യവും നീ മനസ്സിലാക്കണം. ഇത്രയും മനസ്സിലാക്കണമെന്ന് പറഞ്ഞിട്ട് എന്താ പറയുന്നേ? പോട്ടെ, വിട്ടുകളാ, കരയണ്ട, പിണങ്ങണ്ട. ആയതെന്തിവിടെ വാണിടുന്നു നീ? നീ പിന്നെ എന്താ ഇങ്ങോട്ട് പോകുന്നത്? എന്താ അതിൻ്റെ കാര്യം? നീങ്ങി വരാനുണ്ടായ കാര്യം എന്താണ്? ഇതാണ് ദിവാകരൻ പറയുന്നത്. അതായത് സംഗതിയൊക്കെ പറഞ്ഞു കൊടുത്തു അല്ലേ? നമുക്ക് അറിവേറി, നമ്മുടെ ലക്ഷ്യങ്ങൾ മാറി, പ്രായം നമ്മളെ പക്വമതികളാക്കി, നമ്മുടെ ചിന്തകൾ മാറേണ്ട സമയമായി. ആ സത്യം നമ്മൾ ബോധ്യപ്പെടണം. നമുക്ക് അത് മനസ്സിലാക്കിയേ മുന്നോട്ട് പോകാൻ ഒക്കുകയുള്ളൂ. അതുകൊണ്ട് പിണക്കം വേണ്ട, കരച്ചിൽ വേണ്ട, ഒന്നും വേണ്ട. പോട്ടെ, അതൊക്കെ പോട്ടെ. ആയത് അതിനെയൊക്കെ അങ്ങ് വിട്ട് കളഞ്ഞേക്കാൻ. ആയത് എന്ത് ഇവിടെ? ഇപ്പോൾ നീ ഇവിടെ ഇരിക്കുന്നത്, ഇവിടെ ആയത് എന്തുകൊണ്ടാണ്? എന്താണ് നീ ഇപ്പോൾ ഈ വനത്തിലേക്ക് ഇങ്ങനെ ഇവിടെ വെച്ച് നിന്നെ എനിക്ക് കാണാൻ സാധിച്ചല്ലോ, അതിൻ്റെ കാര്യം എന്താണ്? നളിനി ഞാൻ നളിനിയാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയതല്ലാതെ ദിവാകരനെ അന്വേഷിക്കുന്നു. ഇത്ര കാലമായിട്ടും ദിവാകരൻ മാത്രമായിരുന്നു എൻ്റെ മനസ്സിലെന്നോ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോയിരുന്നു, ഇതൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. ഇതൊക്കെ നളിനിയിൽ നിന്ന് നമ്മളാണ് മനസ്സിലാക്കിയത് അല്ലേ? എന്താ നീ ഇപ്പോൾ ഇവിടേക്ക് ഇങ്ങനെ വന്നത് എന്ന് ദിവാകരൻ നളിനിയോട് ചോദിക്കുകയാണ്. മനസ്സിലായോ? അത്രയും ഭാഗം ഒന്നുകൂടി പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് നമുക്ക് നിർത്താം. പാരവും പരിചയം കലർന്നെഴും പേരുമീ മധുരമായ കണ്ഠവും സാരമായി സ്മൃതിയിൽ നീയും ഇപ്പോൾ നിൻ ദൂരമാം ഭവനവും വരുന്നയേ. അല്ലയോ നളിനി, പാരവും പരിചയം കലർന്നെഴും പേരും, നിൻ്റെ പേര് അതായത് നളിനി, നിൻ്റെ കണ്ഠം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിൻ്റെ ഈ ഒച്ചയാണ് ഉദ്ദേശിക്കുന്നത്. തൊണ്ട
ഇവിടെ ഒച്ചയാണ് ഉദ്ദേശിക്കുന്നത്. നിൻ്റെ ഈ ശബ്ദവും സാരമായ സ്മൃതിയിൽ നീയും, അന്ന് എൻ്റെ മുന്നിലുണ്ടായിരുന്ന നളിനി നീയും, നിൻ്റെ ദൂരെയുള്ള വീടും എല്ലാം എനിക്കിപ്പോൾ ഓർമ്മ വരുന്നു. ഇനി കണ്ടുടൻ സ്വയം അറിഞ്ഞിടാത്തതോർത്തിണ്ടൽ വേണ്ട സഖി. അയ്യോ, അത്രയും കൂട്ടുകാരായിരുന്ന നമ്മളിൽ ഒരാളെ കണ്ടിട്ട്, നിന്നെ കണ്ടിട്ട് ഞാൻ നിന്നെ ഓർക്കാഞ്ഞതോർത്ത് നീ സങ്കടപ്പെടരുത്, കരയുകയും ചെയ്യരുത്. കേൾക്കുക, പണ്ട് നിന്നെ ഞാൻ കാണുമ്പോൾ പണ്ടു നിന്നെ ഒരിളം കുരുന്നതായി കണ്ടു. പണ്ട് നിന്നെ വെറും ഒരിളം കുരുന്ന് കൊച്ചു കുഞ്ഞായിട്ടാണ് ഞാൻ കണ്ടത്. ദാ ഇന്നിപ്പോൾ നീ വളർന്ന് വലിയ ഒരു വല്ലിയായി. വല്ലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നീ വളർന്നൊരു കൃശഗാത്രിയായി. കൃശഗാത്രി എന്ന് പറഞ്ഞാൽ മെലിഞ്ഞ് സുന്ദരിയായ ഒരു പെണ്ണ്, ഒരു വലിയ പെൺകുട്ടിയായി മാറിയിരിക്കുന്നു. വല്ലി എന്ന വാക്കിനർത്ഥം വള്ളി എന്നാണ്. ഇനി അപ്രകാരം നീ വലിയ കുട്ടിയായപ്പോൾ ഞാൻ നിന്നെ പെട്ടെന്ന് ഓർത്തില്ല, അതാണ് കാരണം. ഇനി ഞാൻ ആ ഓർക്കാത്തതാണ് നിൻ്റെ വിഷമത്തിന് കാരണമെങ്കിൽ, അതാണ് എന്നിൽ നിന്ന് അണുവും ഏൽക്കിൽ അപ്രിയം നിന്നു കേഴുമയി. നീ എന്നിൽ നിന്ന് അല്പമെങ്കിലും ആ ഇഷ്ടക്കേടെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ട് എങ്കിൽ, അതിനാണ് നീ കരയുന്നതെങ്കിൽ അങ്ങനെ നീ കരയണ്ട. കണ്ടിടുന്നു നിന്നിൽ ഞാൻ കാണുന്നു. എന്ത് കാണുന്നു? ഈ പ്രണയചാപലം. നിൻ്റെ ഈ പ്രണയചാപലം, ഈ സൗന്ദര്യപ്പണക്കമൊക്കെ ഉണ്ടല്ലോ, ഇത് പണ്ടും നീ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ദിവാകരനോട് പണ്ടും ഇവൾ കലഹിക്കുകയും കരയുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. ആ നളിനിയെയാണ് ദിവാകരൻ ഇപ്പോൾ ഈ വലിയ നളിനിയിലൂടെ ദർശിക്കുന്നത്. അതായത് നളിനിയുടെ ആ ശൈശവകാലം അതേപടി ദിവാകരൻ ഇപ്പോൾ കാണുകയാണ്. പിന്നെ ആശ്വസിപ്പിക്കുന്നത് എന്താണെന്ന് നോക്കി, പോയതൊക്കെ അഥവാ നമുക്കയേ. പോയതൊക്കെ പോട്ടെന്നേ, പോയതൊക്കെ കഴിഞ്ഞില്ലേ, കാലമൊക്കെ കഴിഞ്ഞില്ലേ. നമുക്കയേ, അല്ലയോ നളിനി, നമുക്ക് പ്രായവും സപതി മാറി. ഇപ്പോൾ പ്രായമൊക്കെ മാറിയില്ലേ, നമ്മളൊക്കെ വലിയ ആളുകളായില്ലേ. കാര്യവും നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ലക്ഷ്യങ്ങൾ, നമ്മുടെ ചിന്ത ഒക്കെ മാറിയില്ലേ. അന്ന് വെറും ഒരു കുട്ടിയായിരുന്ന ദിവാകരൻ ഇന്ന് സന്യാസിയാണ്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം മാറി. അദ്ദേഹത്തിൻ്റെ ലൗകിക സുഖങ്ങളിൽ യാതൊരു പ്രതിപത്തിയുമില്ലാതെ ആത്മീയതയെ ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങുന്ന ദിവാകരൻ വളരെ പക്വമതിയാണ്. ആ പക്വമതിയായ ദിവാകരൻ നളിനിയോട് പറയുക, നളിനി, നമ്മുടെ രണ്ടുപേരുടെയും ലക്ഷ്യങ്ങൾ മാറി. അന്ന് നമ്മൾ സുഹൃത്തുക്കളായിരുന്നു, ശരി തന്നെ. ഇന്നിപ്പോൾ അങ്ങനല്ലല്ലോ. ആളുകൾ വളരുന്നതനുസരിച്ച് അവരുടെ ചിന്തയും ലക്ഷ്യവുമൊക്കെ മാറില്ലേ. ആയ തത്വം, ആ സത്യങ്ങൾ അങ്ങനെയാണ് അല്ലേ. മനുഷ്യൻ വളരുന്നതനുസരിച്ച് അവൻ്റെ ചിന്തയും ലക്ഷ്യമൊക്കെ മാറണം. ആ തത്വം അതൊരു തത്വമാണ്, സത്യമാണ്. അറിവിന്നു മാറുന്നു. നമുക്ക് ഇന്ന് അറിവും വർദ്ധിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ പഴയ കുട്ടികളല്ല. ഇതൊക്കെ നളിനി സത്യമായ കാര്യമാണ്, നീ അതറിയണം. നമ്മൾക്ക് അറിവേറിയിരിക്കുന്നു, നമ്മുടെ ലക്ഷ്യങ്ങൾ മാറി, നമുക്ക് പ്രായം കൂടി, എന്നും നമ്മൾ കുട്ടിയല്ലല്ലോ എന്ന്. പോട്ടായതെന്തിവിടെ വാണിടുന്നു നീ. ഇട്ട് കളഞ്ഞേരേ, അതൊക്കെ പോട്ടെ, നമ്മൾ പ്രായത്തിനനുസരിച്ച് ചിന്തിക്കണമല്ലോ. നീ എന്താണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ എത്താൻ കാര്യം? നീ എന്ത് കാരണം കൊണ്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്? നിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് ദിവാകരൻ നളിനിയോട് ചോദിക്കുകയാണ്. അപ്പോൾ നളിനിയുടെ യാത്രയുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് നളിനിയിൽ നിന്ന് കേട്ടിട്ടോ അല്ലെങ്കിൽ ദിവാകരൻ സ്വയം അറിഞ്ഞിട്ടോ അതിനൊരു പ്രതിവിധി ഉണ്ടാകേണ്ടിയിരിക്കുന്നു. നളിനിയോട് ദിവാകരൻ ചോദിക്കുകയാണ്, നിൻ്റെ ലക്ഷ്യം, ഇവിടേക്ക് വന്നതിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന്. നളിനി എന്ന് പറഞ്ഞാൽ എന്താ വാക്കിനർത്ഥം നിങ്ങൾക്കറിയാവോ? ദിവാകരൻ എന്ന് പറഞ്ഞാൽ അറിയാമോ? ദിവാകരൻ ആരുടെ പര്യായമാണ്? സൂര്യൻ്റെ പര്യായമാണ് കേട്ടോ. ദിവാകരൻ, ദിനകരൻ, ആദിത്യൻ, അർക്കൻ, ഇതൊക്കെ സൂര്യൻ്റെ പര്യായമാണ്. നളിനിയോ? നളിനം എന്ന് പറഞ്ഞാൽ താമര എന്നാണ്.
നളിനി എന്ന് പറഞ്ഞാൽ താമര എന്നും അർത്ഥമുണ്ട്, പൊയ്ക, താമര പൊയ്ക എന്നും, താമര പൊയ്ക എന്നും അർത്ഥമുണ്ട് കേട്ടോ. ഇവിടെ ശരിക്കും സൂര്യനും താമരയും തമ്മിലുള്ള ഒരു ബന്ധമാണ് ഇവരുടെ പേരുകളിൽ നിന്നും നമുക്ക് കവി ആദ്യം തന്നെ തരുന്നത് അല്ലേ. ദിവാകരൻ വരുമ്പോൾ എന്താ ചെയ്യുക? സൂര്യൻ വരുമ്പോൾ ആര് വിരിയും? സൂര്യൻ വരുമ്പോൾ താമര വിരിയും. ശരിയാണോ? ചന്ദ്രൻ വരുമ്പോൾ ആര് വിരിയും? ആമ്പലും വിരിയും. അതുകൊണ്ട് തന്നെ കവികൾ സൂര്യനും താമരയും കാമുകീ കാമുകന്മാരാണ്, ചന്ദ്രനും ആമ്പലും കാമുകീ കാമുകന്മാരാണ് എന്നൊക്കെ സങ്കല്പിച്ച് കവിതകൾ എഴുതാറുണ്ട് കേട്ടോ. അതും കൂടി ഓർത്തോളൂ. ഈ പേരിലുണ്ടൊരു കാമുകീ കാമുക ഭാവം. ആ വാക്കിൽ അല്ലെങ്കിൽ ആ ഹെഡിങ്ങിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ അതിലെ കഥാപാത്രങ്ങളിൽ നിന്ന് തന്നെ ഈ നളിനിയുടെ മനസ്സിൽ, അല്ലെങ്കിൽ നളിനിയും ദിവാകരനും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിന് കവി ഒരു കാമുകീ കാമുക ഭാവം കൂടി കൊടുക്കുന്നുണ്ട്. സൂര്യൻ ഉദിക്കുമ്പോൾ താമര വിരിയും, സൂര്യൻ പോകുമ്പോൾ എന്താ ചെയ്യുക? താമര കൂമ്പും അല്ലേ, അത് വിരിഞ്ഞത് കൂമ്പിപ്പോവും. അതായത് സൂര്യൻ മറയുമ്പോൾ താമരയ്ക്ക് സങ്കടമാണ്. ആ സങ്കടവും ആ സന്തോഷവും ഇവിടെ നളിനി ദിവാകരന്മാരിലുണ്ടോ എന്ന് ബാക്കി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഏതായാലും ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്നത്തെ ക്ലാസ് ഇവിടം കൊണ്ട് നിർത്തുകയാണ്.